മറ്റു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ പുറത്തു വന്നത് അത് പാക് പഞ്ചാബ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം അവർ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ള വാർത്ത ഇന്നലെയാണ് പുറത്തു വന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പാക് സർക്കാർ നൽകിയ പണം അത് 25 കോടി രൂപയാണ്. പലതവണയായി പാകിസ്ഥാൻ സർക്കാർ നൽകിയ പണം ഉപയോഗിച്ചാണ് ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ ആസ്ഥാനം പുനർനിർമ്മിച്ചത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വാർത്ത പുറത്തു വരികയാണ്. നമുക്കറിയാം, ഭീകര സംഘടനയാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉപരോധങ്ങളുണ്ട്. ആ സംഘടനയാണ് പാകിസ്ഥാൻ സർക്കാർ ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്ന കെട്ടിടം പുനർനിർമ്മിക്കാനുള്ള പണം നൽകുന്നത് എന്നുള്ളത് നിർണായകമായ ഒരു കാര്യമാണ്, ഗൗരവതരമായ ഒരു കാര്യമാണ്. 2025 മെയ്യിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ടാർഗറ്റായി ഈ ആസ്ഥാനം മാറുകയും അവിടുത്തെ തറയടക്കം, അവിടുത്തെ അടിത്തറയടക്കം തകർത്താണ് നമ്മളത് പ്രതികാരം ചെയ്തത് എന്നുള്ളതിനോട് ചേർത്ത് വെക്കണം. ഈ ആസ്ഥാന മന്ദിരമാണ് ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ സഹായത്തോടു കൂടി ജെയ്ഷെ മുഹമ്മദ് പുനർനിർമ്മിച്ചിരിക്കുന്നത്. സ്വാഭാവികമാണ്, അവിടെ ഇനിയും ഭീകര പരിശീലന കേന്ദ്രങ്ങൾ അവർ ആവർത്തിക്കും. വീണ്ടും ഭീകരരെ അവിടെ നിന്ന് അവർ വിരിയിച്ചുവിടും. അത് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ തന്നെയായിരിക്കും, സംശയമില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ജാഗ്രതയോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിലും സംശയമില്ല. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, ഗൗരവതരമായ ഒരു വാർത്തയാണല്ലോ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭീകരപ്രവർത്തകരെ സഹായിക്കാനുള്ള നീക്കമെന്നുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ അതിന് കുറച്ചുകൂടി സ്ഥിരീകരണം വരികയാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാനിലെ തീവ്രവാദികൾ ആക്രമണം നടത്തിയതിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഓരോന്നായി തകർത്തിരുന്നു. 9 തീവ്രവാദ കേന്ദ്രങ്ങൾ ആണ് പ്രധാനമായും തകർത്തിരുന്നത്. ഇതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ കേന്ദ്രത്തെ തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം തന്നെയാണ് തകർക്കപ്പെട്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ബഹാവൽപൂരിലെ ആസ്ഥാനം ആയിരുന്നു ഇന്ത്യ തകർത്തത്. ഇത് ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായിട്ടുള്ള മസൂദ് അസദിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ട ഒരു ആക്രമണമായിരുന്നു. ആ ആക്രമണത്തിൽ ഏതാണ്ട് 13 ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കൾ മരണപ്പെട്ട സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ട സംഭവത്തിൽ വലിയ വിമർശനം പാകിസ്ഥാൻ സർക്കാരിന് നേരിടേണ്ടതായി വന്നിരുന്നു. കാരണം ഈ ബഹാവൽപൂരിലെ സൈനിക ആസ്ഥാനത്തിന്, പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനത്തിനോട് ചേർന്നുള്ള കേന്ദ്രമായിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ താവളം എന്നത്. പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളെ ഏതെങ്കിലും തരത്തിൽ അനുകൂലിക്കുന്നില്ല എന്ന നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കുമ്പോൾ പോലും പാകിസ്ഥാന്റെ സർക്കാർ തന്നെയാണ് ഈ തീവ്രവാദികൾക്ക് വെള്ളവും വളവും നൽകുന്നത് എന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സൈനിക ആസ്ഥാനത്തിനോട് ചേർന്നുള്ള ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം തകർക്കപ്പെട്ടപ്പോൾ വലിയ തോതിലുള്ള വിമർശനം, എന്തുകൊണ്ട് ഇവർക്ക് സംരക്ഷണം ഒരുക്കാൻ സാധിക്കുന്നില്ല എന്ന വിമർശനം സർക്കാരിന് നേരെ ഉയർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴിതാ ആ തകർക്കപ്പെട്ട ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം പുനർനിർമ്മിച്ചിരിക്കുന്നു. അത്യാഡംബര സൗകര്യങ്ങളോടുകൂടി ഈ കെട്ടിടം പുനർനിർമ്മിച്ചിട്ടുള്ളത്. കേന്ദ്ര ഹാളിനു വേണ്ടി മാത്രം ഏതാണ്ട് 11 കോടി രൂപയാണ് മുടക്കിയിട്ടുള്ളത്. 25 കോടി രൂപ ആണ് ഈ കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി വന്നത് എന്നതാണ് ഇപ്പോൾ ഇന്റലിജൻസ് വിഭാഗങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ തുക പൂർണ്ണമായും പാകിസ്ഥാൻ സർക്കാർ തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 2002 നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. ഏതെങ്കിലും തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പാകിസ്ഥാൻ സർക്കാർ ആവർത്തിച്ചുകൊണ്ടിരിക്കെ ആണ് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന മന്ദിരം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ സർക്കാർ തന്നെ ഈ തുക കൈമാറി എന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിലടക്കം പാകിസ്ഥാനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്കും തീവ്രവാദ ശക്തികൾക്കും പിന്തുണ നൽകുന്നത് പാകിസ്ഥാൻ സർക്കാരാണ് എന്നും അങ്ങനെ ഇന്ത്യക്കെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ആ നിലയിൽ പാകിസ്ഥാൻ സർക്കാർ ആണ് എന്നുമാണ്. അത്തരം വാദങ്ങളെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എതിർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ നിർണായകമാകുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത് പാകിസ്ഥാൻ സർക്കാരിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കി. കാരണം പാകിസ്ഥാന്റെ അതിർത്തി കടന്നുകൊണ്ടുള്ള ഒരു മിന്നൽ ആക്രമണമായിരുന്നു ഇന്ത്യ നടത്തിയത്. അരമണിക്കൂറിനുള്ളിൽ ആണ് 9 തീവ്രവാദ കേന്ദ്രങ്ങൾ അടക്കം തകർത്തത്. ഇതാണ് പാകിസ്ഥാന് വലിയ നാണക്കേട് ഉണ്ടാക്കിയത്. അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും പിന്തുണ നൽകുന്ന ഒരു സമീപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന മന്ദിരം അടക്കം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പണം പൂർണ്ണമായും പാകിസ്ഥാൻ സർക്കാർ മുടക്കിയത് എന്ന വിവരം പുറത്തു വരുന്നത്. ശരി അഭിലാഷ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.